നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത് മർക്കസ് ബേബി. കാനഡയിലെ അറിയപ്പെടുന്ന ഒരു ഷെഫാണ്. ഏകദേശം 15ഓളം റെസ്റ്റോറൻറ്റുകളിലും 4 വൻകിട ഹോട്ടലുകളിലും കാനഡയിൽ ഷെഫായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സ്വന്തമായി 5ഓളം റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ കാനഡയിൽ നടത്തി പരിചയമുണ്ട്. വളരെ യാദൃച്ഛികമായാണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഒരു രുചിക്കൂട്ട്, അത് പ്രത്യേകിച്ച് കേരള തനിമയിൽ ഇന്ത്യയുടെ സ്വന്തം രുചിക്കൂട്ടുകൾ, അത് മർക്കസ് ബേബിയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇക്കഴിഞ്ഞ ദിവസം ഒരു ടേക്ക് ഔട്ട് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം മേടിക്കാൻ എത്തിയ ഞാൻ യാദൃശ്ചികമായാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ടൊറൻഡോയ്ക്കടുത്ത് ഒരു റെസ്റ്റോറൻറ്റും പിന്നീട് ടൊറൻഡോയിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ അകലെ ബാരി എന്ന ഒരു സ്ഥലത്ത് ഒരു റെസ്റ്റോറൻറ്റുമൊക്കെ നടത്തുകയാണിപ്പോൾ ഇദ്ദേഹം. അറിയപ്പെടുന്ന ഒരു ഷെഫ് എന്നതിൽ ഉപരി കാനഡയിലെ അനുഭവങ്ങൾ, ഒരു ഷെഫ് വിദഗ്ധൻ്റെ നിർദ്ദേശങ്ങൾ, അനുഭവങ്ങൾ, ഭക്ഷണപ്രിയരായ, രുചി തേടി ഏതറ്റം വരെ പോകാൻ തയ്യാറുള്ള മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപിടി നിർദ്ദേശങ്ങൾ, അത് നമുക്ക് തീർച്ചയായും മർക്കസ് ബേബിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. നമസ്കാരം മർക്കസ് ബേബി. കാനഡയിൽ വരുന്നത് എന്നാണ് അങ്ങ്? ഞാൻ 1989 ജൂലൈ മാസത്തിലാണ്. 89 മുതൽ പിന്നീട് എപ്പോഴെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടോ? വെക്കേഷന് പോയിട്ടുണ്ട്. അതല്ലാതെ പിന്നീട് കരിയർ ജീവിതം മുഴുവൻ കാനഡയിൽ തന്നെയായിരുന്നു? കരിയർ ജീവിതം മുഴുവൻ കാനഡയിലായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് 2 പ്രാവശ്യം എനിക്ക് ഇന്ത്യയിലുള്ള 2 വലിയ ഗ്രൂപ്പിൽ ഇവിടെ അമേരിക്കയിലും കാനഡയിലും റെസ്റ്റോറൻറ്റുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് കമ്പനികൾ വന്ന് എന്നെ ഹയർ ചെയ്ത് മദ്രാസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ദാസ് പ്രകാശ് എന്ന് പറയുന്ന ഗ്രൂപ്പ് LIC ബിൽഡിംഗ് മൗണ്ട് റോഡിൽ ഓപ്പോസിറ്റുള്ള ദാസ ദോശയിൽ ഒരു 3 മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരികെ വന്ന് ഷിക്കാഗോയിൽ ഡിവോൺ സ്ട്രീറ്റിൽ ദാസ് പ്രകാശിൻ്റെ ഒരു ബ്രാഞ്ച് തുടങ്ങി. പിന്നീട് ഇവിടെ ഡൽഹി ബേസ് ആയിട്ടുള്ള സാഗർ രത്ന എന്ന് പറഞ്ഞ ഒരു 80-85 ബ്രാഞ്ചസ് ഉള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സൗത്ത് ഇന്ത്യൻ ബ്രാഞ്ചിൽ ഡൽഹി അശോക ഹോട്ടലിലുള്ള അവരുടെ ഒരു 300 സീറ്റ്സ് ഉള്ള ഒരു സാഗർ രത്നയിൽ എനിക്കൊരു 3 മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ തിരികെ വന്ന് കാനഡയിൽ സാഗർ രത്നയുടെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത് അതിൻ്റെ എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 ബിഗ് സൗത്ത് ഇന്ത്യൻ ചെയിനിൽ ഞാൻ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. കാനഡ എങ്ങനെയുണ്ട്? ഭക്ഷണപ്രിയരായ ഒരുപാട് ആളുകളുള്ള ഒരു ഇടമാണോ? സാധാരണ ഇവിടുത്തെ നേറ്റീവ്സ്, പ്രത്യേകിച്ച് നമ്മുടെ വിദേശികൾ മീൻസ് നമ്മൾ മലയാളികളല്ല, ഇവിടെ കാനഡിയൻസ് തന്നെ നമ്മുടെയൊക്കെ ഹോട്ടലുകൾ തേടി എത്താറുണ്ടോ, സൗത്ത് ഇന്ത്യൻ ഹോട്ടലുകൾ? തീർച്ചയായിട്ടും. ദോശ എന്ന് പറയുന്ന ഐറ്റം ഹെൽത്തി ഫുഡാണ്. ഫോറിനേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ദോശ. ലൈറ്റാണ്, ഹെൽത്തിയാണ്. നമ്മുടെ ഫുഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല നല്ല സ്പൈസസ് ഉള്ളതുകൊണ്ട് ഫുഡ് ഭയങ്കര ടേസ്റ്റിയാണ്. പക്ഷെങ്കിൽ ഫുഡിൻ്റെ മണം അവർക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷെ ഫുഡ് അവർ നല്ലതായിട്ട് കഴിക്കും. പക്ഷെ ഹെൽത്തി ഫുഡ് സാധാരണ അമേരിക്കയിലെ കാനഡയിലൊക്കെ കിട്ടുന്ന ഒരു ഹെൽത്തി ഫുഡ്, അവരുടെ ഒരു ഫുഡ് കൾച്ചർ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഏറെ വേറിട്ട് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള, പ്രത്യേകിച്ച് അരിയാഹാരങ്ങൾ, അരിയിൽ നെയ്തെടുക്കുന്ന നമ്മുടെ ദോശ, ഇഡ്ഡലി, ഇത് അത്ര ഹെൽത്തിയാണോ ഈ വിദേശികളെ സംബന്ധിച്ചിടത്തോളം? പക്ഷേങ്കിൽ അവർ ഈ ഹാംബർഗറും ഹോട്ട്ഡോഗും സ്റ്റേക്കും ഒക്കെ കഴിച്ച കാലങ്ങളായിട്ട് ഇറ്റാലിയൻ ഫുഡും പാസ്തയും ടാക്കോ ബെൽ അങ്ങനത്തെ KFC ഒക്കെ ഉള്ള ഫുഡുകൾ കഴിച്ച് അവർക്ക് ഒരു ചേഞ്ചസ് ആണ് മനുഷ്യനെപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ദോശ ഒരു ക്രേപ്പ്, വളരെ ലൈറ്റായിട്ടുള്ള ഒരു സംഭവം, ഇഡ്ഡലി അതും വളരെ മൈൽഡാണ്, ഹെവി അല്ല. അപ്പോൾ അതിൻ്റെ സാമ്പാർ, അങ്ങനെ ചട്നി, ഇതെല്ലാം ഉത്തപ്പം, വട, സാമ്പാർ, ഈ വക സാധനങ്ങളൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വയറിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ദോഷം വരുത്തുന്നതാണോ ഈ വിദേശികളുടെ ഭക്ഷണം, അല്ലെങ്കിൽ നമ്മളുടെ ഏതാണ് ഒരു നല്ലൊരു ഭക്ഷണ രീതി? ഭക്ഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണപ്രിയരാണെങ്കിലും നമ്മൾ അധികം കഴിക്കുന്നത് എല്ലാത്തിനും ദോഷമാണ്. പിന്നെ കൊളസ്ട്രോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോൺ വെജ് ഫുഡിൽ കൂടുതലാണ്. എന്നാൽ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും അരി ഭക്ഷണങ്ങൾ, അങ്ങനെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ, ഡയബറ്റിക് മുതലായ അസുഖങ്ങൾ പ്രൊമോട്ട് ചെയ്യും. അപ്പം ഒരു കൺട്രോൾ വെച്ച് ഭക്ഷണം ഇഷ്ടമാണെന്നും പറഞ്ഞ് കഴിക്കാതെ ജീവിക്കാൻ വേണ്ടി കഴിക്കുക, അല്ലാതെ കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്. അതാണ് എനിക്ക് തരാനുള്ള ഒരു ഉപദേശം. ഈ ഭക്ഷണത്തിന് രുചിക്കൂട്ട് കൂടുതൽ വരുത്താൻ അങ്ങ് എന്തെങ്കിലും കൃത്രിമ രാസപദാർത്ഥങ്ങൾ, കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കാറുണ്ടോ?
ഇല്ല, ഞാൻ അങ്ങനെ യാതൊന്നും ആഡ് ചെയ്യാറില്ല. കാരണം ഒരു 100 ഷെഫിന് ഒരേ ഇൻഗ്രീഡിയൻസ് കൊടുത്ത് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100 ഷെഫ് ഉണ്ടാക്കുന്നത് 100 ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. പക്ഷെങ്കിൽ എല്ലാ ഷെഫും ഉണ്ടാക്കുന്നതും നല്ല ഫുഡായിരിക്കും. അത് അതിൻ്റെ സോട്ട ചെയ്യുന്നതിൻ്റെയും അത് വഴറ്റുന്നതിൻ്റെയും സീസൺ ചെയ്യുന്നതിൻ്റെയൊക്കെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിലാണ് രുചി. പക്ഷെങ്കിൽ എല്ലാ ഷെഫുമാരുടെയും ഫുഡ് പൊതുവെ നല്ലതായിരിക്കും. എന്നോട് ഒരു വലിയ വൻകിട ഹോട്ടൽ ഉടമ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഷെഫുമാരോട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാരണവശാലും അജിനോമോട്ടോ തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ട്. എത്ര പറഞ്ഞാലും അവർ കേൾക്കില്ല. രഹസ്യമായി എളിയിൽ തിരികെ കൊണ്ടുവന്ന് ആരും കാണാതെ അതിൻ്റെ അകത്തേക്ക് ഇടും. കാരണം അവർക്ക് അവരുണ്ടാക്കുന്നതിൽ രുചി കൂടുതൽ വരണം എന്നുള്ള ഒരു താല്പര്യം കൊണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ? അജിനോമോട്ടോ എന്ന് പറയുന്ന സാധനത്തിൻ്റെ കെമിക്കൽ വേർഡ് എന്ന് പറയുന്നത് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്നാണ്, MSG. വൺസ് ഇൻ എ വൈൽ ഇച്ചിരി അകത്ത് ചെല്ലുന്നത് കൊണ്ട് വലിയ ദോഷമൊന്നുമില്ല. ഇപ്പം നമ്മൾ സിംഗപ്പൂരിലൊക്കെ പോയാൽ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, സിറാങ്കോൺ സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞ സ്ട്രീറ്റിൽ നമ്മൾ ഈവനിങ് ടൈമിൽ ചെന്ന് കഴിഞ്ഞാൽ അവരിങ്ങനെ കൈ പിടിച്ച് വാരി ഈ അജിനോമോട്ടോ ഇടുന്ന കാണാം. പക്ഷെങ്കിൽ ചൈനീസ് ആൾക്കാരൊക്കെ അവരതുമായിട്ട് യൂസ്ഡ് ആയതുകൊണ്ട് അവർക്കൊരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മുടെ ആൾക്കാർക്ക് ഇത് വിഷമാണ്, ഇത് ക്യാൻസർ ഉണ്ടാക്കും, ഇങ്ങനെ വലിയ ഇതൊക്കെയാണ്. അതിപ്പോൾ ഏത് ഫുഡും അമിതമായിട്ട് കഴിച്ചാൽ എല്ലാത്തിനും പ്രോബ്ലമാണ്. വൺസ് ഇൻ എ വൈൽ ഇച്ചിരി ചെന്ന് പക്ഷേ ഞാൻ നോർമലി അജിനോമോട്ടോ യൂസ് ചെയ്യാറില്ല. ദൈവം സഹായിച്ച് നമുക്ക് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളെ ഫുഡിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ ഇത്തരം അജിനോമോട്ടോ പോലെയുള്ള സംഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ മറ്റ് ഷെഫുമാരുണ്ടാക്കുന്ന ഭക്ഷണത്തിന് കൂടുതൽ രുചിയുണ്ട് എന്ന് കസ്റ്റമേഴ്സിന് ഒരു പരാതി വരില്ല? എപ്പോഴും പരാതി വരും. എന്നാലും നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലത്ത് പലരും പുതിയ പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അവിടെ പോയി ട്രൈ ചെയ്യും. അതായത് നമ്മുടെ മനസ്സിൽ ഒരു ഇത് വരും, ഇന്നടുത്ത ഫുഡാണ് ഞാൻ ഇത്രയും ആണല്ലോ. നോർമലി വളരെ കാലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തോട് തന്നെ അവർ തിരിച്ചു പോകും. കാരണം പുതിയൊരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ഒരു മരുമോൾ വീട്ടിൽ വരുമ്പോൾ എല്ലാവരും കാണാൻ വരും എന്ന് പറഞ്ഞ പോലെയാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ അവസ്ഥ. പുതിയത് തുടങ്ങുമ്പോൾ എല്ലാവരും വന്ന് ഭയങ്കര ക്രൗഡൊക്കെ ആയിരിക്കും, എല്ലാവരും ചിന്തിക്കും ഭയങ്കര ബിസിനസ്സാണെന്നൊക്കെ ഓർക്കും. പക്ഷേങ്കിൽ ഇവഞ്ച്വലി എല്ലാവർക്കും എല്ലാവരുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്തോട്ട് പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ കാനഡയിലെ ചില ആളുകൾ പറയുന്നു, അങ്ങ് ഇപ്പോൾ ഒരു ഉദാഹരണം പരിപ്പ് വടയിൽ അയമോദകം ചേർക്കും എന്ന് പറഞ്ഞതുപോലെ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും എന്തെങ്കിലും ഒരു ഹെൽത്തി എലമെന്റ് നമ്മുടെ നാട്ടിൽ ഈ പച്ചമരുന്ന് പോലെ ഉപയോഗിക്കുന്ന ചില സ്പൈസസ് ഒക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒറിജിനൽ രുചിയെ നശിപ്പിക്കില്ലേ? ഉണ്ട്. എന്നാലും നമുക്കൊരു കോൺഷ്യസ് ഉണ്ടല്ലോ, ഈ ഒരു പരിപ്പോടെ കഴിച്ചാൽ വയറ് ഇച്ചിരി കൂടുതലുള്ള ആളോ ഗ്യാസ് ട്രബിൾ ഉള്ള ആളോ വൈകുന്നേരം ലേറ്റായിട്ട് കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് പ്രോബ്ലം ഉണ്ടാക്കും. അപ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടി ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആലു ഗോബി ഒരു നോർത്ത് ഇന്ത്യൻ ഐറ്റമാണ്. ഈ ആലു എന്ന് പറയുമ്പോൾ പൊട്ടറ്റോ, ഗോബി എന്ന് പറയുമ്പോൾ കോളിഫ്ലവർ, അത് രണ്ടും ഗ്യാസിനെ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ ഈ ആലു ഗോബി ഉണ്ടാക്കുമ്പോൾ അതിനകത്തും ഇച്ചിരി അയമോദകം ഇടും. കാരണം ഗ്യാസിനെ റെഡ്യൂസ് ചെയ്യാൻ അയമോദകം നല്ലതാണ്. പരിപ്പ് വടയിൽ ഞാൻ ഉണ്ടാക്കുമ്പം എൻ്റെ വകയായിട്ട് ഇടും. പക്ഷേ ചിലർ പറയും അതിനെ. അപ്പോൾ ഞാൻ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, അങ്ങനെ ഒരു റീസൺ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ റീസൺ പറഞ്ഞു കഴിയുമ്പോൾ നോർമലി പബ്ലിക്ക് എൻ്റെ മേലൊരു കോൺഫിഡൻസ് കൂടും. ഈ ഭക്ഷണം വാങ്ങാൻ വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുമോ ഈ രുചി മാറിപ്പോകുമ്പോൾ? അത് ചോദിക്കും എൻ്റെ അടുത്ത്. കാരണം ഷെഫ് നേരിട്ടൊരു കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ ഒരു ടേബിളിൽ ഒരു ഷെഫ് വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര റെസ്പെക്റ്റാണ് ഈ നോർത്ത് അമേരിക്കയിൽ. കാരണം ഒരു വലിയ VIP പോലെയാണ് ഷെഫിനെ ഇവിടെയുള്ള ആൾക്കാർ കാണുന്നത്, എസ്പെഷ്യലി അമേരിക്കൻസും കാനഡിയൻസും ഒക്കെ. ചില ടേബിളിലേക്കൊക്കെ ഷെഫിനെ വിളിച്ചു വരുത്തുന്ന ഓഫ് കോഴ്സ് ഒരു ഷെഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനിക്കാവുന്ന ഒരു സന്ദർഭമാണ്. കാരണം ഒരു ഷെഫിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ശമ്പളമോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിലുള്ള ഡെഡിക്കേഷനോ അല്ല. ഒരാൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ ആളിൻ്റെ മുഖത്തുണ്ടാകുന്ന ചിരി, ആ സന്തോഷം, അതാണ് ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എത്ര വിശന്ന് വന്നിട്ടും കാശ് കൊടുത്ത് ഭക്ഷണം മേടിച്ച് കഴിച്ച് കഴിയുമ്പോൾ ആ വിശന്ന ആളിന് കുറച്ച് പൈസ കൂടിയാൽ നല്ല ഫുഡായിരുന്നു, ദൈവം ആ മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ എന്നൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ഇത് വരും. അങ്ങനെ ഒരു ഇത് കൃപയുള്ളത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ വളഞ്ഞിട്ട് ഒടിയാതെ നിൽക്കുന്നതിൻ്റെ കാര്യം. ഈ ഭക്ഷണത്തെക്കുറിച്ച് അറിയാനുള്ള അവകാശം ഒരു കസ്റ്റമറിനുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഷെഫിനെ ആവശ്യപ്പെടാമല്ലോ അല്ലേ അവർക്ക്? ഓഫ് കോഴ്സ്. ആ സമയത്ത് കസ്റ്റമർ ഈസ് ഓൾവേസ് റൈറ്റ് എന്നും കസ്റ്റമറാണ് നമുക്ക് വേണ്ടതെന്നും നമ്മുടെ ബാക്ക് ബോണ്. ഇപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കി വെച്ച് കസ്റ്റമർ വന്നില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ പെരുമാറുന്നതാണ് എപ്പോഴും നമ്മുടെ ബിസിനസ്സിനും അവർക്കും ഇഷ്ടം കൂടുതലുണ്ടാകുന്നത്. അങ്ങയുടെ ഒരു കരവിരുത് കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഭക്ഷണം ഉണ്ടാക്കുന്നതിലാണോ നമ്മുടെ കേരള ഫുഡ്സ് സൗത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നതിൽ ഏതിലാണ് കൂടുതൽ ഒരു കരവിരുതുള്ളത്?
എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 40 വർഷത്തിന് മേലായി ഞാൻ ഷെഫിൻ്റെ ജോലി ചെയ്യുന്നു. അതിലൊരു 25 വർഷത്തോളം ഞാൻ നോർത്ത് ഇന്ത്യൻ ഫുഡിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ആയിട്ട് ഞാൻ ചെയ്തത് ഈ പറഞ്ഞ സാഗർ രത്ന ഗ്രൂപ്പ്സിലും സൗത്ത് ഇന്ത്യൻ മദ്രാസിലുള്ള ദാസ് പ്രകാശ് ഗ്രൂപ്പ്സിലുമാണ്. അവിടുന്ന് പിന്നെ എൻ്റെ സ്വന്തം റെസ്റ്റോറൻറ്റുകൾ തുടങ്ങിയപ്പോൾ ഞാൻ അതിനകത്ത് കേരള ഫുഡ് കൂടെ ആഡ് ചെയ്തു. പിന്നെ ബേസിക്കലി സ്കൂൾ മുതലേ ഞാൻ അമ്മയുടെ ഒരു ശിഷ്യനായിരുന്നു. അങ്ങനെ അമ്മയിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ചില കൈപുണ്യങ്ങളും ചില ട്രിക്സുകളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ നാട് എവിടെയാണ്? എൻ്റെ നാട് റാന്നി. റാന്നിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താ ഭക്ഷണത്തിൽ? റാന്നിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി റാന്നിയിലെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻസാണ് കൂടുതൽ, എന്നാൽ അതുപോലെ തന്നെ ഹിന്ദുസും മുസ്ലിംസും ഉണ്ട്. പക്ഷേ ക്രിസ്ത്യൻസ് കൂടുതലായതുകൊണ്ട് അവരെല്ലാം നോൺ വെജിറ്റേറിയൻ ഭക്ഷണപ്രിയരാണ് മെയിൻലി ആയിട്ടുള്ളത്. റാന്നിക്കാരുടെ ഒരു തനത് ഭക്ഷണം എന്തെങ്കിലും നമുക്ക് എടുത്തു പറയാൻ പറ്റുമോ? ഒരു പ്രത്യേക തരത്തിലുള്ള മീൻകറി അല്ലെങ്കിൽ ഇറച്ചിയിലെ ഒരു പ്രത്യേക കൂട്ട്? റാന്നിക്കാരുടെ നല്ല ഒരു ട്രാവൻകൂർ മധ്യ തിരുവിതാംകൂറിലുള്ളവരുടെ എല്ലാം മെയിനായിട്ട് ബീഫ് വലത്തിയതും പന്നി വലത്തിയതും കപ്പയും മീൻകറിയും ചോറും ഒക്കെയാണ് ബേസിക്കലി അവരുടെ. പക്ഷേ പോരാത്തതിന് പമ്പയാറുള്ളത് കൊണ്ട് പണ്ടൊക്കെ ഇഷ്ടംപോലെ മീൻ പിടിച്ച് കഴിക്കായിരുന്നു. അപ്പോൾ ഈ മിക്ക റെസ്റ്റോറൻറ്റുകൾക്കും സംഭവിക്കുന്ന ഒരു കാര്യം, ഒരു മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു ഭക്ഷണ രീതിയുണ്ട്, തിരുവനന്തപുരം കൾച്ചറുണ്ട്, വടക്കൻ മലബാറിൻ്റെ ഒരു കൾച്ചറുണ്ട്. അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ വന്ന് അവർ റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ ഈ 3 കൾച്ചറും കൂടെ മിക്സായി ഇതിലൊന്നുമില്ലാത്തൊരു ടേസ്റ്റായി പലപ്പോഴും അവരുടെ ഭക്ഷണങ്ങൾ മാറാറുണ്ട്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ വരാറുണ്ടോ? നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും അതിൽ ചെയ്യുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. ഇപ്പോൾ ഒരു ഫ്യൂഷൻ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡുണ്ട്. പക്ഷേ ഫ്യൂഷൻ ഫുഡ് ഉണ്ടാക്കുന്ന ട്രെൻഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ ബേസിക്കലി ട്രിവാൻഡ്രംകാരാണെങ്കിൽ ട്രിവാൻഡ്രം ആ ഏരിയയിലൊരു അവരിൻ്റേതായ ഒരു തനതായ ശൈലിയുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കോട്ടയം, തിരുവല്ല, റാന്നി, കോഴഞ്ചേരി ആ ഏരിയയിലുള്ളവർക്ക് ആ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതിലായിരിക്കും കൂടുതൽ അവരുടെ വിജയത്തിൻ്റെ രഹസ്യം. മലബാർ സൈഡിലാണെങ്കിൽ ആ രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കും ആൾക്കാർ കൂടുതൽ. അപ്പോൾ ആൾക്കാർ ഇപ്പോൾ തലശ്ശേരി ബിരിയാണി, എറണാകുളത്ത് കഴിക്കുക ബിരിയാണി, ഇങ്ങനെ പറഞ്ഞ് പല പല ബിരിയാണിയും സംഭവങ്ങൾ കഴിക്കാൻ വരും. അപ്പോൾ അതൊക്കെ ആ ഒരു സ്ഥലത്തിൻ്റെ ആ ട്രഡീഷണൽ സ്പെഷ്യാലിറ്റി ആയതുകൊണ്ടാണ് ആൾക്കാർ പ്രത്യേകിച്ച് ആ രുചി തേടി പോകുന്നത്. ഈ നമ്മുടെ പഴമക്കാർ പറയുന്നുണ്ട് സ്ഥിരമായി ഹോട്ടൽ ഫുഡ് കഴിക്കരുത്, അത് വയറിന് ശരീരത്തിന് അപകടമാണ്. വല്ലപ്പോഴും ഒരിക്കലൊക്കെ ആവാം ഒരു ചേഞ്ചിന്, അതല്ലാണ്ട് ഹോട്ടൽ ഫുഡിനെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത്. അത് പറയുന്നതിന് കാരണം എന്താ? ഈ ഹോട്ടൽ ഫുഡിൽ സാധാരണ നമ്മൾ വീട്ടിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാറുള്ളത്? ഹോട്ടൽ ഫുഡ് എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി ബിസിനസ്സാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം സപ്പോസ് ഞാൻ പറയാം, ഇപ്പം നമ്മളൊരു ബീഫ് ഫ്രൈ നല്ല ഇറച്ചി വലത്തിയത് ഉണ്ടാക്കുമ്പോൾ വീട്ടിലാണെങ്കിൽ ആൾക്കാർ കഴിവതും ഹെൽത്തൊക്കെ നോക്കി അതിൻ്റെ ഫാറ്റൊക്കെ മാറ്റി ചവുമൊക്കെ മാറ്റി നമ്മൾ നല്ല രീതിയിൽ ചെയ്യും. ഹോട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ രുചിയിലാണ് കാര്യം ഇരിക്കുന്നത്. ഇറച്ചി കഴുകില്ല എന്നൊക്കെ പറയുന്നത് അതിൽ വല്ല കഥയുണ്ടോ? കഴുകാതെ ഉണ്ടാക്കുന്നതിൻ്റെ അകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെങ്കിൽ ഫാറ്റ് ഇട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അപാര രുചിയായിരിക്കും. അത് സ്ഥിരമായിട്ട് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നവരെ അത് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ വെളിയിലത്തെ ഭക്ഷണം വൺസിൻ എ വൈൽ ഒരാഴ്ചയിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒക്കെ കഴിക്കുന്നതിനപ്പുറം സ്ഥിരമാക്കുന്ന കാര്യത്തിന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം നമ്മുടെ തനതായ ഫുഡ് വീട്ടിലുണ്ടാക്കി അല്ലെങ്കിൽ ഭാര്യമാരുണ്ടാക്കി തരുന്ന ആ ഫുഡ് അപ്പോൾ അറ്റ്ലീസ്റ്റ് വൈകുന്നേരം രാത്രിയില്ലെങ്കിലും വീട്ടിൽ ചെന്ന് ഫുഡ് കഴിക്കണമെന്നുള്ളതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. വെളിയിൽ ജോലിക്കാർക്കൊക്കെ ഇപ്പം മറ്റു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഒരു ഫാസ്റ്റ് ഫുഡോ അത് ഭാര്യ വലിച്ച് കഴിക്കാതെ ജസ്റ്റ് സർവൈവലിന് വേണ്ടിയിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ പരിപ്പോടെ ഒക്കെ വറുത്തെടുക്കുന്ന എണ്ണ 1 മാസത്തോളം അതേപോലെ ചില ഹോട്ടലുകൾ ഉപയോഗിക്കുമെന്നൊക്കെ പറയുന്നു. അങ്ങനെയുണ്ട്. എന്നാൽ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച ആളോ അല്ലെങ്കിൽ ഒരു കേറ്ററിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആളോ അല്ലെങ്കിൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾ, ഇതിനെല്ലാം ഉപരിയായിട്ട് ദൈവത്തെ ഭയമുള്ള ആൾ ഒരിക്കലും ആ വക വൃത്തികേട് ചെയ്യത്തില്ല. കാരണം ഫുഡ് ഒരു മനുഷ്യന് ജീവിതത്തിൽ വായു കഴിഞ്ഞാൽ ഏറ്റവും ആവശ്യമായ ഭക്ഷണമാണ്. അപ്പോൾ ആ ഭക്ഷണത്തിനടുത്ത് മായം ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പോലും പൊറുക്കുന്ന സംഗതിയല്ല. ഗിൽറ്റി കോൺഷ്യസ് ഇല്ലാത്ത ആൾക്കാരെ കൊണ്ടേ അത് പറ്റത്തുള്ളൂ. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുള്ള ആൾക്കാർക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു വൃത്തികേട് കാണിക്കാൻ തോന്നത്തില്ല. അങ്ങനെ ഒരു അപകടം അങ്ങിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട അല്ലെ? ഒരു കസ്റ്റമറും ഒരിക്കലും ഞാൻ ദൈവത്തിന് നടക്കാത്ത പണി ചെയ്യത്തില്ല. ഇപ്പം ബാരിയിൽ സ്പൈസ് മാർട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിന്റെ ഭാഗമാണ് അങ്ങ്. ആ റെസ്റ്റോറൻറ്റിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്?
ആ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രോസറി സ്റ്റോറും പ്ലസ് ഫുഡ് ടേക്ക് ഔട്ടുമാണ്. അപ്പം ഈവൻ അവിടെ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും വലിയ പഴകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയും അത് അത്രയും വെച്ച് ഒഴുക്കാക്കാതെ അതിന് മുമ്പ് തന്നെ മനുഷ്യന് കൊടുക്കാൻ പാകത്തിന് കിച്ചണിൽ കൊണ്ടുവരണം. എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഗ്രോസറി കടക്കാർ ടേക്ക് ഔട്ട് തുടങ്ങുന്ന അവരുടെ പഴയ സാധനങ്ങളൊക്കെ ചിലവാക്കാനും ലാഭിക്കാനുമാണെന്നുള്ളത്. ഒരിക്കലും എന്നെ പോലുള്ള ഒരു ഷെഫ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരിക്കലും ഞാൻ പഴകിയ വെജിറ്റബിൾ ഉപയോഗിക്കാനോ ഫംഗസ് പിടിച്ച വെജിറ്റബിൾ ഉപയോഗിക്കാനോ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ അതിന് മുമ്പ് തന്നെ ഞാൻ അതിനെ യൂസ് ചെയ്ത് മനുഷ്യന് കഴിക്കാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ അത്രയൊക്കെ വാശി പിടിച്ചാൽ കച്ചവടത്തിൽ നഷ്ടം വരത്തില്ലേ? കച്ചവടത്തിൽ നഷ്ടം വരുന്നതിലല്ല കാര്യം ഇരിക്കുന്നത്. കാരണം ലാഭത്തിനേക്കാളും പ്രധാനമായിട്ട് മനുഷ്യന് നമ്മുടെ മേലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യൻ അവിടെ പോകത്തുള്ളൂ. ഇപ്പം നമ്മുടെ അറ്റ്ലസ് രാമേന്ദ്രൻ നായരൊക്കെ പറയുന്ന പോലെ ഞാൻ പേരെടുത്ത് പറഞ്ഞ് ക്ഷമിക്കണം, വിശ്വാസമല്ലേ എല്ലാം. ഇതൊക്കെ ഒരു വിശ്വാസമാണ്. അതേ അറ്റ്ലസ് രാമേന്ദ്രൻ പിന്നീട് വിശ്വാസം കൊണ്ടേ കളഞ്ഞുവെങ്കിലും ദൈവം വീണ്ടും ആ മനുഷ്യനെ കൈപിടിച്ചുയർത്തി. അതാണ് നീതിമാന്മാരായിട്ടുള്ള മനുഷ്യർക്കുള്ള അവർക്ക് പ്രശ്നങ്ങൾ വരും, പക്ഷെങ്കിൽ സത്യസന്ധതയോടുകൂടി ജീവിക്കുന്നവർക്ക് എന്നും ദൈവം അവരെ ഒരിക്കലും കൈവിടത്തില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഈ ഷെഫ് ജോലിയിൽ അങ്ങ് സംതൃപ്തനാണോ? ഷെഫ് ജോലി സംതൃപ്തനാണോ എന്ന് ചോദിക്കാനായിട്ട് 42 വർഷമാകുന്നു ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. എൻ്റെ കൂടെ പഠിച്ചവരും അല്ലാത്തവരും ഒക്കെ ഇപ്പോൾ വളരെ ചുരുക്കമേ ഉള്ളൂ. എൻ്റെ ജൂനിയേഴ്സും സീനിയേഴ്സുമായിട്ടൊക്കെ പഠിച്ചവരെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോയി ജോലി ചെയ്തെങ്കിലുമൊക്കെ 10-15 കൊല്ലം കഴിഞ്ഞ് എല്ലാവരും പണി വിട്ട് വേറെ ലൈനിൽ പോയി. ഞാനിപ്പോഴും അടിയുറച്ച് ഇതിനകത്ത് തന്നെ നിൽക്കുന്നു. കാരണം ഐ ആം എ ഫുഡ് ലവർ, ഗുഡ് ഈറ്റർ. ഈ യുവാക്കൾ വീണ്ടും ഈ ഷെഫ് ജോലിയിലേക്ക് വരണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതൊരു പാടുപെട്ട പണിയല്ലേ? മുഴുവൻ സമയം കിച്ചണിൽ നിൽക്കുക, നിൽക്കേണ്ടി വരുന്നു, ഭൂരിപക്ഷ സമയം ഇരിക്കാൻ പോലുള്ള സൗകര്യമില്ല. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ കൂടുതൽ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലം ഉണ്ടായിരുന്നു ഷെഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയില്ലാത്ത കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ട്രെൻഡൊക്കെ മാറി. യങ്സ്റ്റേഴ്സൊക്കെ ഈ ലൈനിലോട്ട് വരാൻ തുടങ്ങി. നല്ല നല്ല ഹോട്ടലുകളിൽ നല്ല നല്ല പൊസിഷനിൽ നമ്മുടെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കാനഡയിൽ വലിയ സ്കോപ്പ് ഉണ്ടെന്ന് പറയുന്നു. നമ്മുടെ മലയാളികൾ ഷെഫുമാരെ ഇവിടെ കൂടുതൽ ആവശ്യമുണ്ടെന്ന്, അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇവിടുത്തെ ഓരോ റെസ്റ്റോറൻറ്റുകാരും പ്രോപ്പറായിട്ടുള്ള ഒരു ഷെഫിനെ കിട്ടാതെ വിഷമിക്കുകയാണ്. മിക്കവാറും കടകളിലും ആൾക്കാരില്ല. അല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന് പഠിച്ചവർക്ക് ഇവിടെ അത്തരത്തിൽ ജോലി കിട്ടാൻ മൈഗ്രേഷന് എളുപ്പമുണ്ടോ? മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമായില്ല. എക്സ്പീരിയൻസ് ഈസ് എ ബിഗർ തിങ്. കാരണം ഏട്ടിലെ പശു പുല്ല് തിന്നത്തില്ലെന്ന് പറഞ്ഞു കേട്ടില്ലേ. കാരണം എക്സ്പീരിയൻസ് കൂടെ വേണം, പഠിത്തം മാത്രം പോരാ. എങ്കിൽ മാത്രമേ ഒരു റെസ്റ്റോറൻറ്റ് ഓണർക്ക് കൊണ്ടുവരുന്ന ഷെഫിൻ്റെ മേളിൽ ഒരു വിശ്വാസം വരാൻ അല്ലെങ്കിൽ അങ്ങേർക്ക് ഗുണമുണ്ടാകത്തുള്ളൂ. കൂടുതൽ യുവാക്കളൊക്കെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് അവർക്ക് പ്രതീക്ഷിക്കാവോ ഇവിടെ ജോലി വന്നാൽ കിട്ടും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ ഹോട്ടലുകാർ അന്വേഷിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞല്ലോ, കൂടുതൽ ഷെഫുമാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് അവരെന്താ ചെയ്യേണ്ടത്? നമ്മുടെ കേരളത്തിലെ യുവാക്കൾ ഇങ്ങനെ ഈ ഫീൽഡിൽ പഠിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3-4 വർഷം നാട്ടിലുള്ള 1-2 നല്ല റെസ്റ്റോറൻറ്റുകളിൽ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അവരെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരുന്ന മുതലാളിമാർക്കും അവരെ സംബന്ധിച്ചോളം വളരെ ഹാപ്പി ആയിരിക്കും. ഒരു വർഷം കഴിഞ്ഞ് അങ്ങേക്കും വർക്ക് വിസയിൽ ആളെ കൊണ്ടുവരാമെന്ന് പറയുന്നു അല്ലേ? തീർച്ചയായിട്ടും. റെസ്റ്റോറൻറ്റ് അതുപോലെ അപ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ കാനഡയിൽ ഉടനീളം ഉണ്ടല്ലോ. അത്തരം റെസ്റ്റോറൻറ്റുകളിലൊക്കെ അവർക്ക് ജോലി പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. കാരണം ഞാൻ 1995 ആദ്യമായിട്ട് ഇവിടെ സ്കാർബ്രോയിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന സമയത്ത് അന്ന് 2 സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഈ കാനഡയിലുണ്ടായിരുന്നുള്ളൂ. നേരെ മറിച്ച് ഇപ്പം ഇഷ്ടം പോലെ ടേക്ക് ഔട്ടുകളും റെസ്റ്റോറൻറ്റുകളുമായിട്ട് ഇപ്പോൾ കോവിഡ് ടൈമൊക്കെ ആയതുകൊണ്ട് ടേക്ക് ഔട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ജോലി സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ജോലി അറിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് അതറിയാം ഇതറിയാം എന്ന് പറഞ്ഞേച്ച് ഉടായ്പ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൊണ്ടുവരുന്ന ഓണർക്ക് അതൊരു വലിയ ദുഃഖത്തിനിടയാവും. വീടുകളിൽ കുക്കിംഗ് കുറഞ്ഞു വരുന്നു, പകരം ടേക്ക് ഔട്ടുകളിൽ നിന്ന് കൂടുതൽ ഭക്ഷണം, പ്രത്യേകിച്ച് ഈ കാനഡയിലുള്ള മിക്ക കുടുംബങ്ങളും ഇപ്പോൾ മലയാളികൾ കൂടുതലായിട്ട് അതിലേക്ക് വരുന്നുണ്ട് അല്ലേ? എന്താ അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് അക്കാര്യത്തിൽ? നാട്ടിൽ നിന്നുള്ള കുക്കുമാരുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു നല്ല ഫുഡ് ഇവിടുത്തെ ടേക്ക് ഔട്ടുകളിൽ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ ഒരു മെയിൻ റീസണാണ്. പിന്നെ ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്നവർക്ക് എപ്പോഴും അങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഇപ്പം ഈ ഒരു സ്കോപ്പിന് വളരെ കൂടുതലുണ്ട്. ഇപ്പം ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ടിഫിൻ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചിലർ വീട്ടിൽ നിന്നും അല്ലാതെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം
അത് കുറച്ചുകൂടെ ഹെൽത്തി സംഭവമാണ്. ചിലർ പറയുന്നത് ഈ കോവിഡ് കാലം തുടങ്ങിയതിൽ പിന്നെ ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു, ഈ ആളുകളൊന്നും നാട്ടിലേക്ക് ലീവിന് പോകുന്നില്ല, വെക്കേഷന് പോകുന്നില്ല. അപ്പം നാട്ടിൽ അവർ 2 വർഷത്തിൽ ഒരിക്കലൊക്കെ ഒരു മാസം നിൽക്കുന്ന കാലയളവിൽ ബറോട്ട, അപ്പം, ഇടിയപ്പം, അങ്ങനെ നാടിൻ്റെ തനത് രുചി ആസ്വദിച്ചുള്ള ഒരു വെക്കേഷനാണ്. അതവർക്ക് നഷ്ടമായത് ഇപ്പോൾ പരിഹരിക്കുന്നത് ഇത്തരം ടേക്ക് ഔട്ടുകളിൽ നിന്നാണ് എന്നൊരു പറച്ചിലുണ്ട്. ശരിയാണോ? തീർച്ചയായിട്ടും അത് നല്ല നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ജോലി ചെയ്യുന്ന പല ടേക്ക് ഔട്ട് റെസ്റ്റോറൻറ്റുകളുണ്ട്. പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ആയിട്ട് വന്നിരിക്കുന്ന പിള്ളേർക്കൊക്കെ വീട്ടിൽ കുക്ക് ചെയ്യാനുള്ള വലിയ സൗകര്യമൊന്നുമില്ല. പക്ഷെ അവർക്ക് അവിടെ പൈസയുണ്ട്, അപ്പോൾ അവർ വെളിയിൽ പോയി ഫുഡ് കഴിക്കും. അപ്പോൾ അവർ ആ നാടിൻ്റെ തനതായ രുചി അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് അവിടെ പോകുന്നതും അവർക്ക് അത് കിട്ടുന്നത് കൊണ്ടുമാണ് ഇപ്പോഴത്തെ ടേക്ക് ഔട്ട് ബിസിനസ് എല്ലാം നല്ലതായിട്ട് പോകുന്നത്. അപ്പോൾ യഥാർത്ഥ ഷെഫ് എന്ന് പറയുന്നത് ഒരു ഹൃദയമുള്ള, വിശ്വാസമുള്ള, കസ്റ്റമറുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നയാളാവണം എന്നല്ലേ അങ്ങ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഓഫ് കോഴ്സ്, കാരണം എല്ലാത്തിൻ്റെയും ബേസിക് വിശ്വാസമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ മതത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല, പക്ഷെങ്കിൽ ഞാൻ ബേസിക്കലി ഒരു വിശ്വാസിയാണ്. വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ബൈബിളിൽ പറയുന്ന കാണാത്തതിനെ പറ്റിയുള്ള ഉറപ്പും നമുക്ക് വരുന്നതിനെ പറ്റിയുള്ള പ്രത്യാശയുമാണെന്നാണ് ബൈബിളിൽ പറയുന്നത്. അപ്പോൾ ആ വിശ്വാസമുള്ള മനുഷ്യന് ഒരിക്കലും മറ്റൊരു തെറ്റ് ചെയ്യാൻ തോന്നത്തില്ല. അങ്ങേക്ക് ഈ മേഖലയിൽ കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാവട്ടെ. ഹൃദയം ചേർത്ത് വെച്ച് മനസ്സാക്ഷിക്കനുസരിച്ച് കസ്റ്റമറുടെ ആരോഗ്യം സംരക്ഷിക്കണമെന്ന വാശിയിൽ ജോലിയിൽ പൂർണ്ണ മനസ്സോടെ അർപ്പിതമായ ഒരു ജീവിതം. മർക്കസ് ബേബിയെ ഞാൻ പരിചയപ്പെടുമ്പോൾ, അദ്ദേഹത്തെ നിരീക്ഷിക്കുമ്പോൾ ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. വലിയ ഹാർഡ് വർക്കറാണ്, കഠിനാധ്വാനം, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. രാവിലെ വളരെ വെളുപ്പിന് തന്നെ അദ്ദേഹം കർമ്മനിരതനാകും. രാവേറെ ചെല്ലുവോളം അവസാന കസ്റ്റമർ പിരിഞ്ഞു പോകുന്നത് വരെ അവിടുത്തെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും നോക്കും. പിന്നീട് ഞാൻ ആ ടേക്ക് ഔട്ട് സെൻറ്ററുമായി ബന്ധപ്പെട്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഏറ്റവും ഒടുവിൽ ആ ടേക്ക് ഔട്ട് കിച്ചൻ്റെ മുഴുവൻ ഭാഗങ്ങളും വൃത്തിയാക്കുക, ക്ലീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പെർഫെക്റ്റായിട്ട് നടത്തി എന്ന് അദ്ദേഹം ഉറപ്പുവരുത്താറുണ്ട്. പാത്രങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ അതൊക്കെ വൃത്തിയായി കഴുകി ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ കണിശത അദ്ദേഹം പുലർത്താറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളാവണം നമ്മുടെ ഷെഫുമാർ. ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, കസ്റ്റമറുടെ താല്പര്യങ്ങൾക്ക് കൂടുതൽ സംരക്ഷണം കൊടുക്കുന്ന, ഒപ്പം നമ്മുടെ മലയാളികളുടെ ആ തനതു രുചി വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രചരിപ്പിക്കുന്ന വലിയ ഒരു പതാക വാഹകരാവട്ടെ. എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം.